ഹായ് ഓൾ, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലെ എക്സാമ്പിൾ 7 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ എന്തായിട്ട് എഴുതാം? ഫസ്റ്റ് തന്നെ പി ഓഫ് എൻ ആയിട്ട് എഴുതാം. അപ്പോൾ പി ഓഫ് എൻ ഇസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ n ക്യൂബ് ബൈ 3 where n belongs to natural numbers. Okay. Step 1 എന്താണ്? Put n equal to 1. So we get p of 1. p of 1 is first term, right? അപ്പോൾ 1 സ്ക്വയർ. ഇനി ഇവിടെ ആർ എച്ച് എസിലും എന്നിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് കിട്ടും? 1/3. 1 is greater than 1/3, right? So p of 1 is true. So this given statement p of n is true for n equal to 1, right? In the step 2, assume p of k is true and prove for p of k plus 1, right? അപ്പോൾ assume ചെയ്യാണ്. assume p of k is true. therefore p of k ൻ്റെ ഫോം എന്തായിരിക്കും? ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്നിനൊക്കെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? k, right? അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് k സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ k ക്യൂബ് ബൈ 3 എന്ന് കിട്ടും. where k belongs to natural numbers. നമ്മൾ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? p of k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. എപ്പോഴും ഈ ഇനീക്വാലിറ്റി ഈക്വൽ അല്ലാത്ത ഏത് സൈൻ വരുമ്പോഴും നമ്മളെപ്പോഴും p of kയിൽ നിന്നാണ് p of k plus 1ൻ്റെ പ്രൂഫ് ഡിറൈവ് ചെയ്തെടുക്കുക. അത് നിങ്ങളെപ്പോഴും മനസ്സിൽ വെക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ p of k plus 1ൻ്റെ ടേം എന്താ വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് k സ്ക്വയർ കഴിഞ്ഞിട്ടാണ് k plus 1ൻ്റെ ടേം ഉള്ളത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും k സ്ക്വയർ എഴുതണം കേട്ടോ. ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ k plus 1 ഹോൾ ക്യൂബ് ബൈ 3. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്തെടുക്കേണ്ടത്. ഈ ടേം എന്ന് പറഞ്ഞത് k plus 1 ക്യൂബ് ബൈ 3നെക്കാട്ടും വലുതായിരിക്കും. LHS എന്ന് പറഞ്ഞത് ഗ്രേറ്റർ ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? p of kയിൽ നിന്നാണ് ഇത് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എഴുതാം നമ്മൾ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് k സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ k ക്യൂബ് ബൈ 3. നമുക്ക് എന്താ വേണ്ടത്? k plus 1ൻ്റെ ടേമാണ് നമുക്ക് വേണ്ടത് അല്ലേ? k plus 1ൻ്റെ ടേമാണല്ലോ നമ്മൾ പ്രൂവ് ചെയ്യണത്. അപ്പോൾ ഇവിടെ k plus 1 ഹോൾ സ്ക്വയർ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെയും k plus 1 ഹോൾ സ്ക്വയർ ആഡ് ചെയ്യുക. എപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതിൽ നിന്നാണ് നമ്മളിത് ഡിറൈവ് ചെയ്യേണ്ടത്. k plus 1ൻ്റെ ടേം എപ്പോഴും p of k എന്നാണ് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് തന്നെ എടുത്ത് എഴുതി. ഇനി എന്താ നമുക്ക് വേണ്ടത്? k plus 1 ഹോൾ സ്ക്വയർ ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? p of kൻ്റെ LHSലും RHSലും k plus 1 ഹോൾ സ്ക്വയർ ആഡ് ചെയ്തു. ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ ജസ്റ്റ് LCM ഒന്ന് സെയിം ആക്കി എഴുതാം. അപ്പോൾ എന്ത് കിട്ടും? k ക്യൂബ് ബൈ 3 പ്ലസ് 3 ഇൻറ്റു k plus 1 ഹോൾ സ്ക്വയർ ബൈ 3 അല്ലേ? അപ്പോൾ എന്ത് എഴുതാം? k ക്യൂബ് പ്ലസ് 3 k plus 1 ഹോൾ സ്ക്വയർ അപ്പോൺ 3. ഓക്കെ. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇവിടെ RHS ആയിട്ട് വേണ്ടത് k plus 1 ഹോൾ ക്യൂബ് ബൈ 3 എന്നാണ് നമുക്ക് വേണ്ടത്. ഇതിലേക്കാണ് നമുക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് നോക്കിയോ. k plus 1 ഹോൾ സ്ക്വയറിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ k ക്യൂബ് പ്ലസ് 3 ഇൻറ്റു k സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 ബൈ 3 എന്ന് കിട്ടും. ഇനി 3നെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ k ക്യൂബ് പ്ലസ് 3k സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 2 is 6k പ്ലസ് 3 ഇൻറ്റു 1 is 3 ബൈ 3. ഓക്കെ. നമുക്ക് എന്താ വേണ്ടത്? k plus 1 ഹോൾ ക്യൂബ് എന്നല്ലേ വേണ്ടത്? ഈ ടേം ഏകദേശം k plus 1 ഹോൾ ക്യൂബിൻ്റെ രൂപത്തിലാണ് കിടക്കുന്നത് അല്ലേ? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. k plus 1 ഹോൾ ക്യൂബ് എന്താണ്? k ക്യൂബ് പ്ലസ് 3k സ്ക്വയർ പ്ലസ് 3k പ്ലസ് 1 ആണ് k plus 1 ഹോൾ ക്യൂബ്. ഇവിടെ നമുക്ക് കിട്ടി നോക്കുന്നത് k ക്യൂബ് പ്ലസ് 3k സ്ക്വയർ പ്ലസ് 6k
6k ആണ് കിട്ടിയേക്കുന്നത്. ഇവിടെ 3k ഉള്ളൂ. ഇവിടെ പിന്നെ 3 കിട്ടിയിട്ടുണ്ട്, ഇവിടെ 1 വേണ്ടോ. അപ്പോൾ നമുക്ക് ഈ 6k + 3 ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇങ്ങനെ എഴുതാം, k³ + 3k² + 6kനെ 3k + 3k എന്ന് എഴുതി. ഈ 3നെ 1 + 2 അല്ലെങ്കിൽ 2 + 1 നമുക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം upon 3. ഇനി നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടണം, k+1³ എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ എന്ത് കിട്ടും? k³ + 3k² + 3k പ്ലസ് ഈ 1 എടുത്ത് എഴുതി, പ്ലസ് പിന്നെ ബാക്കിയുള്ളത് ഏതാ? ഒരു 3k ഉണ്ട്, 2 ഉണ്ട്. 3k + 2/3. ഓക്കെ, അപ്പോൾ ഇത്ര ടേംസ് ആണല്ലോ ഇവിടെ ഉള്ളത്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? k+1³ എന്ന് എഴുതാൻ പറ്റും. നമ്മളങ്ങനെ എഴുതാം, k+1³ + 3k + 2/3. അപ്പം നമുക്ക് വേണ്ട RHSൻ്റെ ഒരു കുറച്ച് ഭാഗം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. k+1³ ഉണ്ട്, ഇവിടെ /3 എന്ന് പറഞ്ഞതും ഉണ്ട്. ഇവിടെയാണ് എക്സ്ട്രാ ആയിട്ടുള്ളത് ഈ ടേംസ്. 3k + 2 എക്സ്ട്രാ ആയിട്ടുള്ളൊരു ടേംസാണ്. എന്തായാലും ഇതെന്ന് പറയണത് ഗ്രേറ്റർ ദാൻ k+1³ ആണല്ലോ. എന്താ കാരണം? ഇവിടെ എക്സ്ട്രാ ടേംസ് ഉണ്ട്. 3k + 2 എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ആയിട്ട് കുറച്ച് ടേംസ് ഉണ്ട്. അതുകൊണ്ട് എന്തായാലും ഈ ടേം എന്ന് പറയുന്നത് k+1³ വലുതായിരിക്കും. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. ഫസ്റ്റ് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ p(k)ൻ്റെ ടേം എഴുതി, അതിന് ശേഷം രണ്ട് ഭാഗത്തും k+1² വെച്ച് ആഡ് ചെയ്തു. പിന്നെ ജസ്റ്റ് LCM സെയിം ആക്കി സോൾവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ? RHS k+1³ എന്ന് കിട്ടി. ഇത് തന്നെയാണ് നമ്മുടെ p(k+1) അല്ലേ. അപ്പോൾ ഹെൻസ് p(k+1) is true. So by mathematical induction we proved that p(n) is true for all natural numbers. ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.